ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഡെയിലി ബൂസ്റ്ററിൻ്റെ ഡേ 52 ഇന്ന്. 82/2023. OL എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്ററിൻ്റെ മെയിൻസ് എക്സാമിൻ്റെ ആണ്, ഡിഗ്രി ലെവലാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. എപ്പോഴത്തെയും പോലെ തന്നെ 30 ക്വസ്റ്റ്യൻ ആണ്. 10 ഇംഗ്ലീഷ്, 10 മാത്സ്, 10 മലയാളം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ദോസ് ആർ ന്യൂ ഡിസൈൻസ്, ദേ ഡിഫർ ഡാഷ് ദ റെസ്റ്റ്. ഇവിടെ എന്താണ് ഡിഫർ വരുമ്പോഴേക്കും എന്താണ് നമുക്കവിടെ വരേണ്ടത്? ഡിഫർ ഫ്രം ആണ് കേട്ടോ വരേണ്ടത്. ഡിഫർ ഫ്രം. അപ്പോൾ നമ്മൾക്ക് അങ്ങനത്തെ കുറേ വാക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആബ്സെന്റ് ഫ്രം, അബ്സ്റ്റെയിൻ ഫ്രം, ഇതൊക്കെ നമ്മൾ നോർമലി പറയുന്നതാണ്. അബ്സ്റ്റെയിൻ ഒക്കെ നമ്മൾ പറയുന്നതാണ്. അബ്സ്റ്റെയിൻ കഴിയുമ്പോൾ വേണ്ടത് എന്താണ്? ഫ്രം ആണ്. അതേപോലെ തന്നെ ഡിഫറൻറ്റ് വന്നു കഴിഞ്ഞാലും എന്താണ്? ഡിഫറൻറ്റ് ഫ്രം ആണ് വേണ്ടത്. പിന്നെ എസ്കേപ്പ് ഒക്കെ വരുമ്പോൾ എന്ത് വേണം? ഫ്രം വേണം. ഫ്രീ ഫ്രം ആണ് വരേണ്ടത്. സേഫ് കഴിഞ്ഞാൽ ഫ്രം ആണ്. അപ്പം ഇങ്ങനത്തെ കുറേ വാക്കുകളുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂട്ടത്തിൽ അത് കഴിയുമ്പോൾ വരേണ്ടത് ഫ്രം ആണ്. അപ്പം ഇവിടെ ഏതാണ്? ദോസ് ആർ ന്യൂ ഡിസൈൻസ്, ദേ ഡിഫർ കഴിയുമ്പോൾ ഇപ്പം എന്ത് വേണം? ഫ്രം ആണ്. ഡിഫർ ഫ്രം ദ റെസ്റ്റ് എന്നുള്ളതാണ്. ഐ ഹേർഡ് മൈ നെയ്ബർ ഡാഷ്. ചൂസ് ദ കറക്റ്റ് ഇൻഫിനിറ്റീവ്. ഇൻഫിനിറ്റീവ് എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം അതെന്താണ്? അതിൻ്റെ ബേസ് ഫോം ആയിരിക്കണം അല്ലേ? ഐ ഹേർഡ്, അതായത് നമുക്കറിയാം മേക്ക്, അതേപോലെ തന്നെ വാച്ച്, പിന്നെ എന്താണ്? ലെറ്റ് ഉണ്ട്, അതേപോലെ നോ ഉണ്ട്, പിന്നെ എന്താ? സീ, കാണുക, കേൾക്കുക അല്ലെ? ഹിയർ, ഹെൽപ്പ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂട്ടത്തിൽ നമുക്ക് എന്ത് വേണം? ഒബ്ജക്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് തന്നെ എന്താണ്? V1 ഫോമാണ്. അതിൻ്റെയൊക്കെ V1 ഫോമാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഹിയർ, ഐ ഹേർഡ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വേണം അതിൻ്റെ ബേസ് ഫോമായ ഓപ്ഷൻ ബി, സിങ് ആണ് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഹൗ വുഡ് യു റെസ്പോണ്ട് ഇഫ് ദേ ഡാഷ് യു ദ വിന്നർ അല്ലെ? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ക്ലോസ് ആണ് പറഞ്ഞിരിക്കുന്നത്. വുഡ് യു റെസ്പോണ്ട് എന്നുള്ളതാണ് അല്ലേ? അതായത് മെയിൻ ക്ലോസിൽ തന്നിരിക്കുന്നത് വുഡ് കഴിഞ്ഞിട്ട് എന്താണ്? V1 ഫോം ആണ് തന്നിരിക്കുന്നത്. എന്താണ്? വുഡ് പ്ലസ് V1 ഫോം ആണ് തന്നിരിക്കുന്നത്. അപ്പൊ എന്ത് വേണം? ഇഫ് ക്ലോസിലേക്ക് വരുമ്പോഴേക്കും അതിന്റെ V2 ഫോം ആയിരിക്കണം വരേണ്ടത്. ഇഫ് ദേ V2 ഫോം എന്ന് പറയുമ്പോൾ ഏതാണ് വരേണ്ടത്? അനൗൺസ്ഡ് അല്ലേ? അപ്പൊ അനൗൺസ് ദ വിന്നർ ആണ്. ഹൗ വുഡ് യു റെസ്പോണ്ട് ഇഫ് ദേ അനൗൺസ്ഡ് യു ദ വിന്നർ? അനൗൺസ്ഡ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ദ ഡോക്ടർ ഡാഷ് വിത്ത് ഹിസ് നേഴ്സ് അറ്റൻഡ് ദ പേഷ്യൻസ്. ഡോക്ടറും ആരാണ്? വിത്ത് നേഴ്സുമാണ് അല്ലെ? അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? 2 സബ്ജക്റ്റുകളെയാണ് യോജിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ യോജിപ്പിക്കുമ്പോൾ ഇവിടെ എന്താണ്? കുറേ കണക്റ്റിംഗ് വേർഡ്സ് നമ്മൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് പറയുന്നത്? ആസ് വെൽ ആസ് വരും. അതേപോലെ തന്നെ മോർ ദാൻ, ഇൻ അഡീഷൻ ടു, ഇൻ അഡീഷൻ, പിന്നെ എന്താണ്? ആസ് മച്ച്, വിത്ത്, എലോങ് വിത്ത്, അതേപോലെ തന്നെ എലോങ് വിത്ത്, ഇനി എന്താണ്? ലൈക്ക്, അതേപോലെ അൺലൈക്ക്, പിന്നെ എന്താണ്? ടുഗദർ വിത്ത്. ഇങ്ങനെ കുറേ വാക്കുകളുണ്ട്. ഇതെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? 2 സബ്ജക്റ്റുകളെ എന്താണ്? ഈ ഒരു വേർഡ് കൊണ്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. വിത്ത് എന്ന് പറയുന്ന വേർഡാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഈ വെർബ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഫസ്റ്റ് സബ്ജക്റ്റ് ആയിരിക്കണം. ഓക്കെ, ഫസ്റ്റ് സബ്ജക്റ്റിനനുസരിച്ച് വേണം വരാനായിട്ട്. അപ്പോൾ ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? ഡോക്ടർ ആണ്. അപ്പോൾ ദ ഡോക്ടർ വിത്ത് ഹിസ് നേഴ്സ് ഹാസ് അറ്റൻഡ് ദ പേഷ്യൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. The writer says my never failing friends are there. Report the statement. ഇവിടെ എന്താണ്? സേ. ഇവിടെ ആൻസർ വന്നിട്ടുണ്ട്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇത് നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമുക്ക് ആൻസർ ഉണ്ട്. ഞാനത് നമ്മുടെ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തിരിക്കാം. നോക്കിക്കേ, മൈ നെവർ ഫെയിലിംഗ് ഫ്രണ്ട്സ് ആർ ദേ. അപ്പോൾ ഇവിടെ എന്താണ്? സെയ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്കറിയാം സെയ്സ് ദാറ്റ് എന്ന് വേണം. ദ റൈറ്റർ സെയ്സ് ദാറ്റ് ദേ ആർ മൈ നെവർ ഫെയിലിംഗ് ഫ്രണ്ട്സ് ആർ ദേ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് വേണം? ദേ ആർ ആരുടെ? അയാളുടെ എന്നാണ് അല്ലേ വരേണ്ടത്? മൈ നെവർ ഫെയിലിംഗ് എന്നാ പറഞ്ഞിട്ട്. അപ്പൊ എന്ത് വേണം? അയാളുടെ. അപ്പൊ ഹിസ് നെവർ ഫെയിലിംഗ് ഫ്രണ്ട്സ് എന്ന് വേണം. ഓക്കെ, ദ റൈറ്റർ സേസ് ദാറ്റ് ദേ ആർ ഹിസ് നെവർ ഫെയിലിംഗ് ഫ്രണ്ട്സ്. ദ ഓപ്പോസിറ്റ് ഓഫ് വെരി റിച്ചിന്റെ ഓപ്പോസിറ്റ് എന്താണ് പറയുന്നത്? ഡെസ്റ്റുവേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിദരിദ്രൻ എന്നാണ് മീനിങ്. അതിദരിദ്രൻ. ഓക്കെ, ഈ പ്രോസ്പെരിസും അഫ്ലുവൻ്റ് എന്നൊക്കെ പറയുന്ന എല്ലാം എന്താണ്? വെൽത്തിയെ സൂചിപ്പിക്കുന്നതാണ്. നെക്സ്റ്റ് നോക്കാം. Sometimes I dash to my life in the village. എന്താണ്?
ഡാഷ് ടു ലൈഫ് എന്ന് പറയുമ്പോൾ എന്താണ്? തിങ്ക് ബാക്ക് ആണ് പറയേണ്ടത്. തിങ്ക് ബാക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് നമ്മൾ ഓൾറെഡി നമ്മുടെ പാസ്റ്റിൽ നമ്മൾ നടന്നിരിക്കുന്ന കാര്യങ്ങൾ തിങ്ക് ബാക്ക്, നമ്മൾ എന്താ ഓർമ്മ പുതുക്കുക എന്നൊക്കെ പറയത്തില്ലേ, സെയിം മീനിങ് തന്നെയാണ്. സംടൈംസ് ഐ തിങ്ക് ബാക്ക് ടു മൈ ലൈഫ് ഇൻ ദ വില്ലേജ്. ചില സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഓർക്കുന്നുണ്ട്. എന്താ? ഞാൻ എൻ്റെ വില്ലേജിൽ ഉണ്ടായിരുന്ന എൻ്റെ ആ ഒരു ലൈഫ്, എൻ്റെ ആ ഒരു ജീവിതത്തെ പറ്റി ഞാൻ ഓർക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്ത് വേണം? തിങ്ക് ബാക്ക് ആണ്. തിങ്ക് ബാക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ടു റിമെമ്പർ സംതിങ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ആൻഡ് പോളി ഓൾവേസ് കീപ്സ് എ ഗുഡ് ടേബിൾ. കീപ്സ് എ ഗുഡ് ടേബിൾ എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ മീനിങ് എന്നാണ്? അത് ശരിക്കും ഒരു ഇഡിയമായിട്ടാണ് അല്ലേ വന്നിരിക്കുന്നത്. ഇറ്റ് മീൻസ് ആൻഡ് പോളി എന്താണ്? കീപ്സ് എ ടേബിൾ നീറ്റ് ആൻഡ് ക്ലീൻ, പ്രൊവൈഡ് ലക്ഷൂറിയസ് ഫുഡ്, സെറ്റ്സ് എ ടേബിൾ വെയർ വെൽ ആൻഡ് ഗുഡ്, ഡെക്കറേറ്റ് ദ ടേബിൾ വെൽ. ഇവിടെ ശരിക്കും എന്ന് പറയുന്നത് പ്രൊവൈഡ് ലക്ഷൂറിയസ് ഫുഡാണ്. അതായത് നല്ല അഡിക്വേറ്റ് ആയിട്ട് ഒത്തിരി ഫുഡ് കൊടുക്കുക, നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുക എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കീപ്സ് എ ഗുഡ് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, പുട്ട് ഓൺ എ ഗുഡ് സ്പ്രെഡ് അതും പറയാറുണ്ട്. അതെന്താണ്? പുട്ട് ഓൺ എ ഗുഡ് സ്പ്രെഡ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് ടു സെർവ് എ ലാർജ് ആൻഡ് ടേസ്റ്റി മീലിനെയാണ് നമ്മൾ ഗുഡ് സ്പ്രെഡ് എന്ന് പറയുന്നത്. They have planned to dash a wall. They have planned to dash a wall എന്ന് പറയുമ്പോൾ എന്താ? റൈസ്, റേസ്, റേസ്, റൈ എല്ലാം ഉണ്ടല്ലേ വരുന്നത്. ഇവിടെ ഏതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്? റേസ്. എന്താ റേസ്? ഇവിടെ എന്താണ്? ബിൽഡ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. ഈ റൈസ് എന്താണ്? അല്ലെ, റൈസ് ചെയ്യുക എന്താണ്? ടു ഗോ അല്ലെ, സ്വന്തമായിട്ട് ഉയർത്തെഴുന്നേൽക്കുക, ആ ഒരു മീനിങ്. റേസ് എന്താണ്? റേസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ആ ഒരു കോമ്പീറ്റ് അല്ലെ, ഒരു മത്സരത്തെയാണ് പറയുന്നത്. പിന്നെ എന്താണ്? റേസ്. റേസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബീം ഓഫ് ലൈറ്റിനെയാണ് റേസ് എന്ന് പറയുന്നത്. ഈ റേസ് എന്താണ് വരേണ്ടത്? ടു ബിൽഡ്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ? ദേ ഹാവ് പ്ലാൻഡ്. അവർ എന്താണ് പ്ലാൻ ചെയ്തത്? ടു ബിൽഡ് എ വാൾ. അപ്പൊ ഇവിടെ ഏതാണ്? റേസ് ആണ്. Change the word create into a noun by selecting the appropriate suffix from the given. എന്താണിത്? ക്രിയേറ്റ് അല്ലെ. ഇവിടെ ION ചേർക്കുമ്പോൾ ക്രിയേഷൻ ആകും. ഇവിടെ എന്ത് വരും? ക്രിയേറ്റീവ് എന്നുള്ളത് വരും. ക്രിയേറ്റബിൾ, ക്രിയേറ്റഡ് എന്ന് വരും. ഇവിടെ നൗൺ ഫോം വരുമ്പോഴേക്കും അത് ഏതാണ്? ക്രിയേഷൻ ആണ്. ഓക്കെ, ക്രിയേറ്റീവ് എന്ന് വരും. അതെന്താണ്? അഡ്ജക്റ്റീവ് ആയിട്ട് വരും. ഓക്കെ, ക്രിയേറ്റബിൾ അതും ഏകദേശം അഡ്ജക്റ്റീവ് ആയിട്ട് തന്നെ വരും. അപ്പൊ ഇവിടെ ഏതാണ്? ക്രിയേഷൻ ആണ് എന്താ? നൗൺ ആയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കാം. മലയാളമാണ് വന്നിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയായ രൂപം ഏത്? ഇതിപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാപ്പാടായിരിക്കണം അല്ലേ. അതായത് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. ഏതാണ് ശരിയായ രൂപം? യാദൃച്ഛികം. ഓപ്ഷൻ സി ആണ് ശരിയായിട്ട് വരേണ്ടത്, യാദൃച്ഛികം. ഓക്കെ, യഥോചിതം ഏതാണ് വരേണ്ടത്? യഥോചിതം. അങ്ങനെയാണെങ്കിൽ ഇതാണ് യഥോചിതം, ഈ ചായാണ് വരേണ്ടത്. ഇനി പ്രായച്ചിത്തമാണെങ്കിൽ ഏതാണ്? പ്രായശ്ചിത്തം. അവിടെ ഈ ചായാണ് വരേണ്ടത്. ചായും ചായും കൂടി കൂടുന്നതാണ്. പാശ്ചാത്യം അവിടെയും എന്താണ്? ഈ പറയുന്ന ചായും ചായും കൂടി കൂടുന്നതാണ്. പശ്ചാത്താപം അവിടെയും എന്താണ്? പശ്ചാത്താപം അവിടെയും ഈ ചായും ചായും കൂടി കൂടുന്നതാണ്. അടുത്ത വരുന്നതാണ് എന്ത്? പശ്ചാത്തലം. ഇതെല്ലാം ഈ ചായാണ്. ഇവിടെ യാദൃച്ഛികമാണ് വരേണ്ടത്. ഈ ചായും ചായും കൂടി കൂടുന്നതാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ വ്യാകരണപരമായി തെറ്റായ വാക്യം ഏത്? 100ന് 90% അധ്യാപകരും ആത്മാർത്ഥതയുള്ളവരാണ്. ഓക്കെ, 100ന് 90% എന്ന് വേണമെന്നില്ല. ഓക്കെ, അവിടെ തെറ്റാണെന്ന്. കാര്യം 90% എന്ന് പറയുമ്പോൾ തന്നെ ഈ 100ലാണ് നമ്മൾ ശതമാനം പറയുന്നത്. അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. 90% അധ്യാപകരും ആത്മാർത്ഥതയുള്ളതാണ്, ശരിയാണ്. 100ന് 90 അധ്യാപകരും, അപ്പോഴവിടെ ശതമാനമായിട്ടുണ്ട്. അപ്പൊ 100ന് 90 അവിടെ ശതമാനം റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അവിടെയും എന്താണ്? ശരിയാണ്. 100% അധ്യാപകരും ആത്മാർത്ഥതയുള്ളവരാണ്, അതും ശരിയാണ്. നമുക്ക് വേണ്ടത് തെറ്റാണ്. സോ ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ചന്ദനത്തിന്റെ പര്യായമല്ലാത്തത് ഏതാണ്? മലയജം എന്താണ്? ചന്ദനമാണ്. അതേപോലെ തന്നെ എന്താണ്? മാലേയം ചന്ദനമാണ്. അതേപോലെ ഗന്ധസാരവും എന്താണ്? ചന്ദനമാണ്. പിന്നെയുണ്ട് കളഭം എന്താണ്? ചന്ദനമാണ്, കളഭം. അതേപോലെ തന്നെ പാടീരം, ഇതെല്ലാം എന്താണ്? ചന്ദനത്തിന്റെ പര്യായമാണ്. അപ്പൊ സുധാംശു എന്ന് പറഞ്ഞാൽ എന്താണ്? സുധാംശു. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. സുധാംശു എന്ന് പറഞ്ഞാൽ അത് ചന്ദ്രന്റെ പര്യായമാണ്, സുധാംശു. അതേപോലെ തന്നെ അമ്പിളി. ഓക്കെ, അമ്പിളിയുണ്ട്, ഇന്ദു ഉണ്ട്, ഇന്ദു. പിന്നെ സോമൻ, ഇതെല്ലാം എന്താണ്? ചന്ദ്രന്റെ പര്യായങ്ങളാണ്. എന്താണ്? ചന്ദ്രൻ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം.
അധികം സംസാരിക്കുന്ന ആൾ എന്ന അർത്ഥം കിട്ടുന്നത്, അധികം സംസാരിക്കുന്ന ആളാരാണ്? വാചാലനാണ്. അധികം സംസാരിക്കുന്ന ആളാണ് വാചാലൻ. മിതമായി സംസാരിക്കുന്നവനെയാണ് നമ്മൾ വാഗ്മി അല്ലെങ്കിൽ മിതഭാഷി എന്ന് പറയും. വാഗ്മി അല്ലെങ്കിൽ മിതഭാഷി എന്ന് പറയുന്ന എന്താണ്? കുറച്ച് സംസാരിക്കുന്നവനെയാണ്. ഓക്കെ, പറയുന്ന ആളെ പറയുന്ന പേരെന്താണ്? പറയുന്ന ആളാണ് വക്താവ്. ഓക്കെ, അതേപോലെ കാണുന്ന ആളാണെങ്കിൽ എന്താണ്? പ്രേക്ഷകൻ. പ്രേക്ഷകൻ ആരാണ്? കാണുന്ന ആളാണ്. കേൾക്കുന്ന ആളാണെങ്കിലോ അതെന്താണ്? അത് ശ്രോതാവാണ്. കേൾക്കുന്ന ആളാണ് ശ്രോതാവ് എന്ന് പറയുന്നത്. അയക്കുന്ന ആളാണെങ്കിൽ അതിനെ പ്രേഷിതൻ എന്ന് പറയും. പ്രേക്ഷകനും പ്രേഷിതനും. ഇത് കാണുന്നത് പ്രേഷിതൻ എന്ന് പറയുന്നത് അയക്കുന്ന ആള്. വക്താവ് എന്ന് പറയുമ്പോൾ ആരാണ്? പറയുന്ന ആള്. ഓക്കെ, ആധുനാദനം എന്ന വാക്കിന്റെ വിപരീതം. ആധുനാദനം, ആധുനികം, അത് ഓർത്താൽ മതി നിങ്ങൾ. അപ്പൊ ആധുനികം ഓപ്പോസിറ്റ് എന്താണ്? പുരാതനമാണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ സി, പുരാതനമാണ്. ആധുനികം. അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? പ്രാചീനം പറയാം. ഓക്കെ, അതേപോലെ പ്രാചീനത്തിന് മറ്റൊന്ന് പറയുന്നുണ്ട്. പ്രാചീനം എന്താണ്? നമ്മൾ ഒരെണ്ണം പഠിച്ചിട്ടുണ്ട്. പ്രാചീനം, ആധുനികം പറയാം. അതേപോലെ തന്നെ പറയാവുന്ന മറ്റൊന്നാണ് അർവാചീനം. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പ്രാചീനം, അർവാചീനം. അതേപോലെ തന്നെ പിന്നെന്ത് പറയാം? പ്രാചീനം ഓപ്പോസിറ്റ് നമുക്ക് മറ്റൊന്ന് പറയാവുന്നതാണ് നവീനം പറയാൻ പറ്റും. നവീനം. ഓക്കെ, അതേപോലെ തന്നെ കൺസെപ്റ്റ് ആണ് പഴമ. ഓപ്പോസിറ്റ് എന്താണ്? പുതുമയാണ്. ഓക്കെ, പുതുമ. അതേപോലെ തന്നെ പുതിയത് ഓപ്പോസിറ്റ് എന്താണ്? പഴയത്. ഓക്കെ, പിന്നെ എന്ത് പറയാം? ഉത്തരം എന്താണ്? ഓപ്പോസിറ്റ് ദക്ഷിണം എന്ന് പറയും. അതേപോലെ തന്നെ ഇതാണ് ചോദിക്കുന്നത്. പ്രശ്നം ഓപ്പോസിറ്റ് വരുന്നത് എന്തായിരിക്കും? ഉത്തരമാണ്. ഈ രണ്ട് ഉത്തരവും വ്യത്യാസമുണ്ട്. ഈ ഉത്തരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വടക്കാണ്. ഈ പ്രശ്നം ഉത്തരം എന്ന് പറയുമ്പോൾ ഇത് ചോദ്യമാണെങ്കിൽ ഇത് ഉത്തരമാണ്. ഓക്കെ, പശ്ചിമം എന്ത് വരും? പശ്ചിമം ഓപ്പോസിറ്റ് ആണ് പൂർവം. ഉത്തരം ദക്ഷിണമാണ്, പശ്ചിമം പൂർവമാണ്. താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ മലയാള ശൈലിക്ക് ഏറ്റവും യോജിച്ച വാക്യം ഏതാ? ഇതിൽ ആൻസർ തന്നിരിക്കുന്നത് എല്ലാ സ്ഥലത്തും കൊടിതോരണങ്ങൾ പാടില്ല എന്നുള്ളതാണ്. എനിക്ക് ശരിക്കും ഈ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് കറക്റ്റ് മനസ്സിലായില്ല. ഈ ക്വസ്റ്റ്യൻ മലയാള ശൈലിക്ക് അനുയോജ്യമായത്. രാമനെ പാമ്പ് കടിച്ചു, അവളുടെ കണ്ണിണകൾ പിടയ്ക്കുന്നത് ഞാൻ കണ്ടു. പഠന കാര്യങ്ങളിൽ ഓരോ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ടതാണ്. ആൻസർ ആയിട്ട് തന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. ചാടി, പുറപ്പെട്ടു എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്താൽ ശരിയായ രൂപം ഏതാണ്? ചാടി, പുറപ്പെട്ടു. ഏതാണ്? ചാടി, പുറപ്പെട്ടു. കൂട്ടിച്ചേർത്ത് എഴുതണം അല്ലെ? അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ. ചാടി, പുറപ്പെട്ടു. അതേപോലെ തന്നെ നമ്മൾ പറയുന്നതാണ്, ഇങ്ങനെ ഇരട്ടിക്കുന്നതാണ്. എന്താ? ചന്ദന പ്ലസ് പൊട്ട് എന്ത് വരും? ചന്ദനപ്പൊട്ട്. കണ്ട, ഇവിടെ പാ എന്ത് ചെയ്യുന്നുണ്ട്? ഇരട്ടിക്കുന്നുണ്ട്. അതേപോലെ കെട്ടി പ്ലസ് പിടിച്ച് എന്ത് വരും? കെട്ടി പ്ലസ് പിടിച്ച്. അതിനെങ്ങനെയാണ് നമുക്ക് കൂട്ടിച്ചേർത്ത് വരുമ്പോഴേക്കും കെട്ടിപ്പിടിച്ചെന്നാകും. കെട്ടിപ്പിടിച്ച്. ഓക്കെ, അതേപോലെ തന്നെ ഓടി പ്ലസ് പോവുക, ഓടിപ്പോവുക. തുന്നി പ്ലസ് പിടിച്ച്, തുന്നിപ്പിടിപ്പിച്ച് എന്നൊക്കെ വരും. ഓക്കെ, തത്വം എന്ന വാക്ക് പിരിച്ചെഴുതിയാൽ എന്താണ്? തത്വം എന്ന് പറഞ്ഞാൽ തത് പ്ലസ് ത്വമാണ് തത്വം എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ്. തത്, തായാണ് ട്ടോ, അത് അല്ല. തത് പ്ലസ് ത്വമാണ് തത്വം എന്ന് പറയുന്നത്. താഴെ കൊടുത്ത വാക്യങ്ങളിൽ ശരിയായ വാക്യമേത്? മുഖ്യമന്ത്രിയിൽ നിന്നും ഉപഹാരം സ്വീകരിച്ചു. മുഖ്യമന്ത്രിയിൽ നിന്നും ഉപഹാരം സ്വീകരിച്ചു. ഇത് തെറ്റാണ്. മുഖ്യമന്ത്രിയിൽ നിന്ന് ഉപഹാരം സ്വീകരിച്ചു. മുഖ്യമന്ത്രി കണ്ട, ഇവിടെ നമുക്ക് ഗ്യാപ്പ് വേണ്ട. മുഖ്യമന്ത്രിയിൽ നിന്ന് ഉപഹാരം സ്വീകരിച്ചു എന്ന് മതി. അപ്പൊ ഇവിടെ ഏതാണ്? നിന്നും എന്നല്ല, മുഖ്യമന്ത്രിയിൽ നിന്ന് ഉപഹാരം സ്വീകരിച്ചു. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളിൽ പൂജകാർത്ഥം കാണിക്കാത്തത് ഏത്? പൂജകാർത്ഥം സ്വാമിയാർ, ഹാജിയാർ, വാദ്യാർ, അധ്യാപകർ. ഏതാണ് പൂജകാർത്ഥം കാണിക്കാത്തത്? അത് അധ്യാപകരാണ്. അധ്യാപകർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ബഹുവചനത്തെ സൂചിപ്പിക്കുന്നതാണ് അല്ലെ? നമ്മൾ എന്തെങ്കിലും എന്താണ് ആദരസൂചകമായിട്ട് പറയുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ പറയുന്ന പൂജക ബഹുവചനമാണെന്ന് പറയുന്നത്. അതിൽ നമുക്ക് എന്തൊക്കെയാണ്? അറ് വരും, അതേപോലെ തന്നെ കള്ള് വരും, മാറ് വരും അല്ലെ? തിരുവടികൾ, നിങ്ങൾ, താങ്കൾ, പിന്നെ എന്ത് പറയാം? ബ്രാഹ്മണർ, ചാക്യാർ, ആചാര്യർ, തന്ത്രികൾ, അതേപോലെ ദ്രോണർ, ഗുരുക്കൾ, അവർകൾ. ഇതൊക്കെ എന്താണ്? നമ്മുടെ ഭീഷ്മർ. അതെല്ലാം പൂജക ബഹുവചനത്തെ പൂജക ബഹുവചനല്ല, പൂജക ബഹുവചനത്തെ സൂചിപ്പിക്കുന്നത്. അതായത് നമ്മൾ ഒരു ബഹുമാന സൂചകമായിട്ട് നമ്മൾ പറയുന്ന വാക്കുകളാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ മാത്സിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇക്വാലന്റ് ടു 5 raised to 100? താഴെ പറയുന്നവയിൽ 5 raised to 100 തുല്യമായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഇവിടെ നമുക്ക് ലോ ഓഫ് എക്സ്പോണൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമുക്കിവിടെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ ഇത് ആൻസർ ചെയ്ത് വെക്കാൻ ചാൻസ് ഉണ്ട്. കാര്യം ഇവിടെ എന്താണ് 5⁻50 ഉണ്ട്, ഇവിടെയും 5⁻50 ഉണ്ട്, കൂട്ടി വെച്ചാൽ മതിയല്ലോ എന്ന് ചിന്തിക്കും. തെറ്റാണ്, അങ്ങനെ പറ്റില്ല. ഇവിടെ എന്താണ് പ്രോപ്പർട്ടി ഉപയോഗിക്കേണ്ടത്? എ പവർ എം ഇൻറ്റു എ പവർ എൻ ആണെങ്കിൽ നമുക്കറിയാം അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ പവർ എം പ്ലസ് എൻ എന്ന് എഴുതാനായിട്ട് പറ്റും. ഇതിനെയാണ് മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടി ഓഫ് എക്സ്പോണൻസ് എന്ന് പറയുന്നത്. കൃത്യംഗ നിയമങ്ങളിൽ എന്താണ് ഗുണനമായിട്ട് ബന്ധപ്പെട്ട പ്രോപ്പർട്ടി അല്ലെ നിയമം വരുന്നത്. ഇനി ഡിവിഷൻ ആണെങ്കിലോ എ പവർ എം ഡിവൈഡഡ് ബൈ എ പവർ എൻ ആണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? എ പവർ എം മൈനസ് എൻ എന്ന് എഴുതാം. ഇനി ഇത് തന്നെ എ പവർ എം ദി ഹോൾ പവർ എൻ ആണെങ്കിൽ എ പവർ എം ഇൻറ്റു എൻ എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇനി എ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. ഏതൊരു നമ്പറും പവറിൽ 0 വന്നാൽ 1 ആണ്. ഇനി എ റേസ് ടു മൈനസ് എം ആണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 1 ബൈ എ റേസ് ടു എം എന്ന് എഴുതാം. നെഗറ്റീവ് മാറ്റാനായിട്ട് എൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പം നോക്കിക്കേ, അങ്ങനെയാണ് എങ്കിൽ ഇവിടെ നോക്കിക്കേ 5 പവർ 50 എ പവർ, ഇത് എ പവർ എം ആണ്, ഇത് എ പവർ എൻ ആണെങ്കിൽ എ പവർ എം പ്ലസ് എൻ ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്ര വരും? 5 പവർ 100 എന്ന് വരും. ഇതാണ് നമുക്ക് തുല്യമായത് വരേണ്ടത്. വേറെ ഇവിടെ എന്താണ് വരേണ്ടത്? 5 പവർ 20 എന്ത് വരും? 20 പ്ലസ് 5, അതായത് 5 പവർ 25 ആണ്. ഇതൊന്നും 5 പവർ 100ന് തുല്യമല്ല. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. Amal scored 60% in an examination and Tinu scored 66. അമലിന് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? അമല് പരീക്ഷയിൽ 60%വും ടിനു എത്രയാണ്? 66% നേടിയാൽ അവരുടെ സ്കോറിന്റെ വ്യത്യാസം, ഇവരുടെ ശതമാനത്തിന്റെ വ്യത്യാസം എത്രയാണ്? 6%. അതായത് അവരുടെ സ്കോറിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ശതമാനമാണ് തന്നിരിക്കുന്നത് 12 ആണെങ്കിൽ ടിനുവിന് എത്ര സ്കോർ ലഭിച്ചു? ഇത്രയേ ഉള്ളൂ സംഭവം. 6% 12 ആണെങ്കിൽ ടിനുവിന്റെ മാർക്കായ 66% എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യുക? ഇങ്ങനെ വരുമ്പോൾ ക്രോസ് ചെയ്യുക. 2 എണ്ണം ഉള്ളതിനെ മുകളിൽ എഴുതുക, 1 എണ്ണം ഉള്ളതിനെ താഴെ എഴുതുക. കട്ടായി പോകും 2 തവണ. 66 × 2 എന്ന് പറയുമ്പോൾ 6, 60, 60, 120. 6, 6, 12. അപ്പോൾ എത്ര വരും? 132 വരും. ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. A 280-meter long train travels at a speed of 60 km/h. How long will it take it to pass the platform of 270 meter? എന്താ പറഞ്ഞിരിക്കുന്നത്? ട്രെയിൻ അല്ലെ, ഈ ട്രെയിൻ ട്രാവൽ ചെയ്യുവാണ്. എത്രയാണ്? 280 മീറ്റർ ഈ ട്രെയിനിന്റെ ഡിസ്റ്റൻസ് ഉണ്ട്. അതേപോലെ തന്നെ പ്ലാറ്റ്ഫോമിന്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 270 മീറ്ററുമുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 60 km/h ആണെന്നും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ അതിനെ ആ ഒരു പ്ലാറ്റ്ഫോം കടന്നു പോകാൻ എടുക്കുന്ന സമയമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ്, ദൂരം എന്ന് പറയുന്നത് ട്രെയിനിന്റെ ദൂരത്തോട് ഈ പ്ലാറ്റ്ഫോമിന്റെ ദൂരം രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടും? 550 കിട്ടും അല്ലേ? 7 14, അത് തന്നെ 550 മീറ്റർ കിട്ടും. ഇതിന്റെ മീനിങ് എന്താണ്? അതായത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു ട്രെയിൻ കടന്നു പോകാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം ആണ്, ഒരു പാലമാണെങ്കിലൊക്കെ നമ്മൾ ദൂരം എന്ന് പറയുമ്പോൾ ട്രെയിനിന്റെ ദൂരത്തെയും ആ പറയുന്ന പ്ലാറ്റ്ഫോമിന്റെ അല്ലെങ്കിൽ ആ ഒരു പാലത്തിന്റെ ദൂരത്തെ നമ്മൾ കണക്കാക്കണം. എങ്കിൽ ചോദിക്കുവാണ് 250 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ഈ വേഗതയിൽ സഞ്ചരിച്ചിട്ട് ഒരാളെ കടന്നു പോകാൻ അല്ലെങ്കിൽ ഒരു തൂണിനെ കടന്നു പോകാൻ, പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകാനെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ പ്ലാറ്റ്ഫോമിന്റെ നീളം അവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്ലാറ്റ്ഫോം കടന്നു പോകാനാണ്. ഇപ്പൊ സെയിം ക്വസ്റ്റ്യൻ തന്നെ പറയാണ്. 250 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു. ഇത് 270 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ, ക്വസ്റ്റ്യനിൽ വ്യത്യാസം വന്നു അല്ലെ, പ്ലാറ്റ്ഫോം അല്ല നമുക്ക് കടന്നു പോകേണ്ട, ആ ഒരു വ്യക്തിയാണ്, ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആണ് അവിടെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വേണ്ട? അവിടെ 270 ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്കറിയാം ഇനി ടൈം അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് ആണ്. ഇവിടെ മീറ്ററിലാണ് തന്നിരിക്കുന്നത്, ഇവിടെ കിലോമീറ്ററിലാണ്. സോ നമുക്ക് എന്ത് ചെയ്യണം? ഈ 60 km/h എന്നുള്ളതിനെ മീറ്റർ/സെക്കൻഡിലോട്ട് മാറ്റാൻ 60 × എന്ത് ചെയ്യണം? 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. ഓക്കെ, നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? 60 കിലോമീറ്റർ. കിലോമീറ്റർ എന്ന് പറയുന്ന വലിയ ക്വാണ്ടിറ്റിയെ മീറ്റർ/സെക്കൻഡ് എന്ന് പറയുന്ന ചെറിയ ക്വാണ്ടിറ്റിയിലോട്ട് മാറ്റാൻ ചെറിയ 5/18 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്ര വരും? 550 ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് ഡിവൈഡഡ് ബൈ ഇവിടെ എന്ത് വരും? 60 × 5. ഇവിടെ എന്ത് ചെയ്യണം? 18 നേരെ മുകളിലേക്ക് എഴുതാം. ഓക്കെ, ഡിവൈഡ് ബൈ 18 എന്നല്ലേ വരുന്നത്. ഇതും കൂടി ക്യാൻസൽ ആയി പോകും. ഇവിടെ 11 വരും. ഓക്കെ, അപ്പം 110 × 18 ഡിവൈഡ് ബൈ 60 എന്ന് വരും. 0 0 കട്ടാകും. 6ഉം 18 എത്ര തവണ? 3 തവണ.
11 ഇൻറ്റു 3 എന്ന് പറയുന്നത് 33. ഓക്കെ, അപ്പൊ എത്ര വേണം? 33 സെക്കൻഡ് ആണ് ഇതിന് കടന്നു പോകാനായിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് among the following is the smallest fraction? ഏറ്റവും ചെറുത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ചെറുത് ഏതെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ എല്ലാത്തിൻ്റെയും വ്യത്യാസമുണ്ടല്ലേ. ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ ഇൻറ്റു 10 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ എത്ര വരും? 30/5, അതായത് ഏകദേശം 6 അല്ലെ, ഇത് 6 വരും. ഇവിടെയും എന്ത് ചെയ്യുക? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 50/8, 8 48, 6 വരും. നമ്മൾ ആദ്യം അത് കണ്ടുപിടിച്ച് വെക്കുക. പിന്നെ എല്ലാത്തിലും 6 ആണെങ്കിൽ മാത്രം നമുക്ക് പോയിന്റ് വെച്ചുള്ളത് കണ്ടുപിടിച്ചാൽ മതി. 70/9 എത്ര വരും? 9 7 63 അല്ലേ വരുന്നത്. 70 കൊണ്ട് കട്ട് ചെയ്യുമ്പോഴേക്ക്, അല്ല 70 എന്ന് പറയുമ്പോൾ 9 7 63 അപ്പൊ ഇവിടെ എത്ര വരും? 7 വരും അല്ലേ. 7 പോയിന്റ് വരും. ഇനി എത്രയാണ്? 30/10 എന്ന് പറയുമ്പോൾ 3 വരും. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഏതാണ് ഏറ്റവും ചെറുത്. ഓപ്ഷൻ ഡി ആണ് ഏറ്റവും ചെറുത്. ഇത് ഇത്രയേ ഉള്ളൂ മീനിങ്. അതായത് ഇവിടെ സംഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ആക്കി മുറിച്ച്, ഒരേ സാധനത്തെ തന്നെ 5 ആക്കി നമ്മൾ മുറിച്ചിട്ട് അതിൻ്റെ 3 ഭാഗമുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ 8 ആക്കി മുറിച്ചിട്ടാണ് അതിൻ്റെ 5 ഭാഗം വരുന്നത്. ഇവിടെ നോക്കിക്കേ, 10 കുഞ്ഞു 10 ആക്കി മുറിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ചെറുതായിരിക്കും. അതിൻ്റെ 3 ഭാഗമേ ഉള്ളൂ. അത് അപ്പൊ തന്നെ അറിയാം അത് വലുതാണെന്നുള്ളത്, അല്ല ചെറുതാണെന്നുള്ളത്. 3 numbers are in the ratio 3:5:7 and their average is 65. Find the smallest number. Average എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ നമ്പേഴ്സിനെ 3x 5x 7x എന്ന് എഴുതാം. ആവറേജ് എന്ന് പറയുമ്പോൾ അറിയാം എന്താണ്? എല്ലാം കൂടി കൂട്ടുക, ഡിവൈഡ് ബൈ എണ്ണം ചെയ്യുക. ആവറേജ് എത്രയാണ്? 65. 5 3 8 അല്ലെ 7 3 10 10 5 15 x ഡിവൈഡ് ബൈ 3 എന്ന് പറയുന്നത് 65. കട്ടായി പോകും 5x. അതായത് 5x എന്ന് പറയുന്നത് 65. സോ x എന്ന് പറയുന്നത് 65 ഡിവൈഡ് ബൈ 5 13 വരും. ഇവിടെ നമുക്കറിയാം 3 എത്രയാണ് വ്യത്യാസം? 2 ഇവിടുത്തെ വ്യത്യാസവും 2. അങ്ങനെയാണെങ്കിൽ ശരിക്കും നമ്മൾ ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 5x ആണ് 65 നമുക്ക് ഡയറക്റ്റ് എഴുതി വെക്കാനായിട്ട് പറ്റും. നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്താണ് സമാന്തര ശ്രേണിയിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ആ ഒരു പ്രോപ്പർട്ടി. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും? എങ്കിൽ ഏറ്റവും ചെറിയ സംഖ്യയാണ്. ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 3x ആണല്ലോ. അപ്പോൾ ഇവിടെ എന്ത് വരും? 3 × 13, അതായത് 39 ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വാട്ട് വിൽ ബി ദ 61 days ആഫ്റ്റർ ടുഡേ? ഇറ്റ്സ് ടുഡേ ഈസ് മൺഡേ. അതായത് ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ എന്താണ്? 61 ദിവസത്തിന് ശേഷം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ എന്ത് ചെയ്യണം? 61നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. എത്ര വരും? 8 അല്ലേ. 8 7 56 വരും. ശിഷ്ടം വരുന്നത് 5 ആണ്. ഈ ശിഷ്ടം എന്ത് ചെയ്യണം? ഈ തിങ്കളിനോട് കൂട്ടിയാൽ മതി. 5 കൂട്ടുമ്പോൾ അറിയാം എന്ത് വരും? ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി അല്ലെ. 1 2 3 4 5 5 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? ശനിയാണ്. സോ ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. In this pattern is counting like this. What is the number sum of the last numbers in the 20th and 21st row? അതായത് ഈ പാറ്റേൺ ഇവിടെ കുറച്ചും കൂടി ഉണ്ട്. ഇവിടെ 1. ഈ പാറ്റേൺ ഇത് ഇങ്ങനെയാണ് കേട്ടോ. 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെയാണ് പാറ്റേൺ വരുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ ലാസ്റ്റ് നമ്പർ 1 ആണ്. ഇവിടുത്തെ ലാസ്റ്റ് നമ്പർ എത്രയാണ്? 3 ആണ്. അതായത് 3 എന്ന് പറയുമ്പോൾ തൊട്ട് മുമ്പുള്ള 2 നമ്പേഴ്സ് ഉണ്ടല്ലോ, 1 + 2 ആണ്. ഇവിടുത്തെ ലാസ്റ്റ് നമ്പർ എത്രയാണ്? 6. അതായത് 1 + 2 + 3 ആണ് അല്ലെ. മൂന്നാമത്തെ വരിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? 1 + 2 + 3 ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, 10 ആണല്ലേ. 10 എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് വരേണ്ടത്? 4ാമത്തെ വരിയാണ്. അതായത് 1 + 2 + 3 + 4 ആണ് 10 എന്ന് പറയുന്നത്. അപ്പൊ 5ാമത്തെ വരിയാണെങ്കിൽ എന്ത് വന്നേനെ? 1 + 2 + 3 + 4 + 5, അതായത് 15 വരണം. നമുക്ക് നോക്കാം. 11 12 13 14 15 കണ്ടോ? ഇങ്ങനെയാണ് ഫോർമാറ്റ് വരുന്നത്. അതായത് ഈ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എന്താണെന്നാ പറഞ്ഞത്? അല്ല, അവസാനത്തെ സംഖ്യ എന്ന് പറയുന്നത് ഈ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ എന്ത് കിട്ടി? അപ്പോൾ നമുക്ക് അങ്ങനെ പോകുവാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു 5ാമത്തെ സംഖ്യയിലെ 5ാമത്തെ വരിയാണെങ്കിൽ 5ാമത്തെ വരിയുടെ തുക എന്ന് പറയുന്നത് 1 മുതൽ എന്ത് ചെയ്യണം? 5 വരെയുള്ളതിൻ്റെ തുക കണ്ടുപിടിച്ചാൽ മതി. അവസാനത്തെ സംഖ്യ കണ്ടുപിടിച്ചാൽ മതി. 6ാമത്തെ വരിയാണെങ്കിലോ
ആറാമത്തെ വരിയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? 1 മുതൽ 6 വരെയുള്ള സംഖ്യകളുടെ തുക കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ എന്നാമത്തെ ലൈൻ എന്ന് പറയുന്നത് 1, 2 എക്സെട്ര അപ് ടു n വരെയാണ്. അതിന്റെ തുക എന്ന് പറയുന്നത്, തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n × n + 1/2 ആണ്. അങ്ങനെയാണെങ്കിൽ 20ാമത്തെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? 20ാമത്തെ റോ അല്ലേ? 20 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 20ാമത്തെ റോയില് 20th റോയില് എന്തായിരിക്കും അവസാനത്തെ സംഖ്യ എന്ന് പറയുന്നത്? ലാസ്റ്റ് സംഖ്യ എന്ന് പറയുന്നത് ആ എല്ലാം കൂടി കൂട്ടുന്നതായിരിക്കും. 1 + 2 1 + 2 + അങ്ങനെ കൂട്ടി 20 വരെ കൂട്ടുന്നതാണ്. അപ്പൊ നമുക്കതിനെ എങ്ങനെ എഴുതാം? n × n + 1/2. അതായത് 20 × 21/2 കട്ടായി പോകും, 210 കിട്ടും. അങ്ങനെയാണെങ്കിൽ 21ാമത്തെ ലൈൻ ആണെങ്കിലോ 21 × 22/2 എന്ന് വരും അല്ലെ? n × n + 1 കട്ടായി പോകും, 11. 21 × 11 എന്ന് പറയുന്നത് എത്രയാണ്? 231. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആ ശ്രേണിയിൽ 20ാമത്തെ ഇങ്ങനെ എഴുതി ഈ 20ാമത്തെ ലാസ്റ്റ് ടേമും 21ാമത്തെ ലാസ്റ്റ് ടേമിന്റെയും കൂടി തുക എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് 20ാമത്തെ കോളമാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഈ പറയുന്ന 210ഉം 231 കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടുമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എത്രയാണ്? 441. ഓപ്ഷൻ സി ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ 2 hands ക്ലോക്ക് അറ്റ് 7:20. 7:20 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് വെച്ച് ചെയ്യാം അല്ലെ? 30h - 11/2 m ചെയ്യുക, 30 × 7 ചെയ്യുക, -11/2 m എന്ന് പറയുമ്പോൾ മിനിറ്റ് 20 ആണ്. ഇവിടെ എന്ത് ചെയ്യണം? 7 × 3 = 21 - 10 വരും, 110 വരും. 210 - 110 എന്ന് പറയുമ്പോൾ 100 ഡിഗ്രിയാണ്. ഇനി ഇതല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു മെത്തേഡും കൂടിയുണ്ട്, അതും കൂടി ഒന്ന് പഠിച്ചു വെക്കണം. 7:20 എന്ന് പറയുമ്പോൾ 7ഉം ഉണ്ട്. ഇവിടെ എത്രയാണ്? 20 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് സൂചി ഏതിലായിരിക്കും? സൂചികളുടെ പൊസിഷൻ കണ്ടുപിടിച്ചാൽ മതി. ഇത് 4ലാണല്ലോ സൂചി. 7 - 4 ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 3. ഈ 3നെ എന്ത് കിട്ടിയാലും അതിനെ 30 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 90 കിട്ടി. ഓക്കെ, ഇവിടെ നമുക്ക് 100ആണ് ആൻസർ. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ 7ഉം 20 എന്ന് പറയുമ്പോൾ ഇവിടെ ഏതിന്റെ സംഖ്യയാണ് വലുത്? മണിക്കൂറിന്റെ സംഖ്യയല്ലേ വലുത്? മിനിറ്റിന്റെ സംഖ്യ എത്രയാണ്? 4. അപ്പോൾ എന്താണ് വേണ്ടത്? മണിക്കൂറിന്റെ സംഖ്യയാണ് വലുതെങ്കിൽ എന്ത് ചെയ്യണം? ഈ മിനിറ്റിന്റെ നേരെ പകുതി എടുക്കണം. 20ന്റെ പകുതി എന്ന് പറയുമ്പോൾ 10 ആണ്. അത് കൂട്ടിയാൽ മതി, 100 ഡിഗ്രി വരും. ഇനി നമുക്ക് ഇങ്ങനെ വരുവാണ് 3:40. ഓക്കെ, 3:40 എന്നാണ് വരുന്നതെങ്കിൽ നമുക്കറിയാം ഇത് 3ലാണ്. 40 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് 8ലാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ വ്യത്യാസം. പിന്നെ നമുക്ക് നോക്കിക്കേ, ഇവിടെ ഏതാണ്? മിനിറ്റ് ആണ്. മിനിറ്റിന്റെ സംഖ്യയാണ് വലുത്. അപ്പൊ എന്ത് ചെയ്യണം? മിനിറ്റിന്റെ ചെറുത് പകുതി എടുത്തിട്ട് എന്ത് ചെയ്യണം? ഇവിടെ കൂട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കുറക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇഫ് 26 = അതായത് 26 എന്ന് പറയുന്നത് 4ആണ്, 84 എന്ന് പറയുന്നത് 6ആണ്, 73 എന്ന് പറയുന്നത് 5 ആണെങ്കിൽ 75 എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 26 എന്ന് പറയുമ്പോൾ നോക്കിക്കേ, 2 + 6 ÷ 2. 6ഉം 2ഉം 8 ആണ്. 8 ÷ 2 4 ആണ്. ഇവിടെ നോക്കിക്കേ, 8 + 4 ÷ 2. 8ഉം 4ഉം 12 ÷ 2 എന്ന് പറയുന്നത് 6 ആണ്. 7 + 3 ÷ 2. 7ഉം 3ഉം 10 ÷ 2 എന്ന് പറയുന്നത് 5 ആണ്. 7 + 5 ÷ 2. 7ഉം 5ഉം 12. 12ന്റെ പകുതി എത്രയാണ്? 6 ആണ്. സോ ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വിദ്യാർത്ഥികളുടെ വരിയിൽ രമേശിന്റെ സ്ഥാനം മുന്നിൽ നിന്ന് 11ാമതും പിന്നിൽ നിന്ന് 17ാമതുമാണ്. ആ വരിയിൽ എത്ര പേര്? ഒരാളുടെ പൊസിഷൻ മുന്നിൽ നിന്നും തന്നിട്ടുണ്ട്, പുറകിൽ നിന്നും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2ഉം കൂടി കൂട്ടുക, 1 കുറയ്ക്കുക. കാര്യം 2 വട്ടം നമ്മൾ അയാളെ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ 11ഉം 17ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 28 കിട്ടും. 1 കുറയ്ക്കുമ്പോൾ 27 കിട്ടും. ഓപ്ഷൻ എന്താണ്? ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. നല്ല രീതിക്ക് വർക്കൗട്ട് ചെയ്യുക. ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിനൊക്കെ നന്നായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. അപ്പോൾ അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു പാറ്റേൺ മാത്രമാണ് നമുക്കൊന്ന് മാത്സിൽ ട്വിസ്റ്റിംഗ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടായിരുന്നുള്ളത്. ബാക്കി എല്ലാം നോർമൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ +2 ലെവൽ എക്സാംസിനും അതേപോലെ നമ്മുടെ VFA, ബെവ്കോ, LD എല്ലാത്തിനും നമുക്ക് ഈ പറയുന്ന സബ്ജക്റ്റുകളെല്ലാം ആവശ്യമാണ്. നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്